തോൽവികളിൽ നിന്നും തോൽവികളിലേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ടീം. ലോക ചാമ്പ്യന്മാരായി വിശ്വം കീഴടക്കിയ ഇന്ത്യ ഇപ്പോൾ പുതിയ ക്യാപ്റ്റന് കീഴിൽ ഉത്തരമില്ലാതെ നിൽക്കുകയാണ്. തോറ്റു നിൽക്കുകയാണ്. T20 ലോകകപ്പ് സ്വന്തമാക്കിയ ശേഷം തുടരെയുള്ള 4ാം തോൽവി. ഇംഗ്ലണ്ടിനെതിരെയുള്ള നിർണായകമായ 3ാം T20യിൽ 125 റൺസിന്റെ വമ്പൻ പരാജയമാണ് ഇന്ത്യ നേരിട്ടത്. T20യിൽ ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ തോൽവിയാണിത്. ഇതോടെ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ആതിഥേയർ 2-0 മുന്നിലെത്തുകയും ചെയ്തിട്ടുണ്ട്. 202 റൺസിന്റെ വലിയ ലക്ഷ്യമാണ് ഇന്ത്യക്ക് മുമ്പിൽ ഇംഗ്ലണ്ട് നൽകിയത്. പക്ഷേ പവർ പ്ലേയിൽ തന്നെ 5 വിക്കറ്റിന് 54ലേക്ക് ഇന്ത്യ തകർന്നടിയുന്നു. ആ സമയത്ത് തന്നെ തോൽവി ഉറപ്പിച്ചിരുന്നു. ഒടുവിൽ 11.4 ഓവറിൽ വെറും 76 റൺസിന് ഇന്ത്യയുടെ മുഴുവൻ പേരും കൂടാരം കയറുന്നു. ഒരാൾ പോലും ബാറ്റിംഗ് നിരയിൽ 15 റൺസ് തികച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ദയനീയമായ കാര്യം. അപ്പോൾ എന്താണ് ഇന്ത്യൻ ടീമിന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ലോക ചാമ്പ്യന്മാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിരന്തരം നാണം കെട്ടുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇന്ത്യയുടെ തോൽവിയുടെ കാരണങ്ങൾ? നമുക്കൊന്ന് നോക്കാമെന്ന് തോന്നുന്നു. സത്യത്തിൽ കഴിഞ്ഞ ദിവസത്തിൽ ഇന്ത്യൻ സ്കോർ ബോർഡ് കാണുമ്പോൾ ആർക്കായാലും സങ്കടം തോന്നും. ശ്രേയസ് അയ്യർ ക്യാപ്റ്റനായതിനു ശേഷം അയർലാൻഡ് പര്യടനത്തിന് മുമ്പ് ഇന്ത്യ 16 ദ്വിരാഷ്ട്ര പരമ്പരകൾ തോൽവി അറിയാതെ മുന്നേറിയ ടീമായിരുന്നു. തുടർച്ചയായി 2 T20 ലോകകപ്പുകൾ നേടിയ ടീമായിരുന്നു. ഇപ്പോഴിതാ തുടർച്ചയായി 2ാം പരമ്പര തോൽവിയാണ് ഇന്ത്യയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ലോകകപ്പിലെ ഏറ്റവും പ്രധാന താരമായ മാൻ ഓഫ് ദി സീരീസായ സഞ്ജു സാംസണും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ടീമിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ 200+ ടോട്ടൽ ചേസ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ തുടക്കത്തിൽ തന്നെ അഭിഷേക് ശർമ്മ വീണാൽ പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് അടിവരയിട്ട മത്സരമായിരുന്നു കഴിഞ്ഞത്. ഒരു ഘട്ടത്തിൽ 41-2 എന്ന നിലയിലായിരുന്നു ഇന്ത്യൻ ടീം. അതിനുശേഷം എല്ലാവരും കൂടി ആകെ നേടിയത് വെറും 35 റൺസ് മാത്രമാണ്. ഫോമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജു സാംസനെ പുറത്താക്കിയ ടീം മാനേജ്മെന്റ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനെയൊരു നടപടി എടുക്കുന്നതേയില്ല. അയർലാൻഡ് പര്യടനത്തിന് ശേഷം ഇഷാൻ കിഷന്റെ ബാറ്റ് ശബ്ദിച്ചതേ ഇല്ല എന്ന് നമ്മൾ കണ്ടതാണ്. ശ്രേയസ് അയ്യർ ആഴത്തിൽ ബാറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം കാണിക്കേണ്ടതും അത്യാവശ്യമാണ്. തിലക് വർമ്മ പ്രധാനപ്പെട്ട 5ാം നമ്പർ സ്ഥാനത്ത് ഒരു വലിയ പരാജയമായി തുടരുകയും ചെയ്യുന്നു. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം 11 പന്തുകളിലാണ് 3 റൺസ് നേടിയത്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 5 T20 ഇന്നിംഗ്സുകൾ നോക്കുമ്പോൾ 21 പന്തിൽ 19, 6 പന്തിൽ 4, 9 പന്തിൽ 11, 11 പന്തിൽ 24, പിന്നെ കഴിഞ്ഞ മത്സരത്തിൽ 11 പന്തിലെ 3. ഏതാണ്ട് 202 റൺസ് ചേസ് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ 27 സ്ട്രൈക്ക് റേറ്റിലുള്ള ബാറ്റിംഗ്. അതൊരു ക്രിമിനൽ കുറ്റം തന്നെയാണ്. എന്തായാലും ഈ തോൽവി ഇന്ത്യയെ വല്ലാതെ വേദനിപ്പിക്കുമെന്ന് ഉറപ്പാണ്. സത്യത്തിൽ ക്യാപ്റ്റൻസി മാറിയതോടെയാണ് 3 വർഷം മുമ്പ് മുംബൈ ഇന്ത്യൻസ് അനുഭവിച്ച അതേപോലുള്ള ഒരു സിനാരിയോ ആണ്. അതായത് ഇപ്പോഴും അവർ റിക്കവർ ചെയ്യാത്ത അതേ സിനാരിയോ ആണ് ഇപ്പോൾ ഇന്ത്യൻ ടീമും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് നമുക്കറിയാം, മുംബൈ ഇന്ത്യൻസ് രോഹിത് ശർമ്മയെ മാറ്റിക്കൊണ്ട് 5 തവണ അവർക്ക് കിരീടം നേടിക്കൊടുത്ത നായകനാണെന്ന് ഓർക്കണം. അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് അതിനു മുമ്പുള്ള 2 വർഷത്തോളം ടീമിൽ ഇല്ലാതിരുന്ന, ആ സമയത്ത് ഗുജറാത്തിനൊപ്പം ഉണ്ടായിരുന്ന ഹാർദിക്കിനെ ടീമിലേക്ക് എടുക്കുന്നു. രോഹിത്തിനെ രാഖി രാമാനം പറഞ്ഞുവിടുകയും അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി നൽകുകയും ചെയ്യുന്നു. അതിനുശേഷം തോൽവികളിൽ നിന്നും തോൽവികളിലേക്ക് മുംബൈ ഇന്ത്യൻസ് കൂപ്പുകുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മുംബൈക്ക് ഇതുവരെയും അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ടില്ല എന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ 3 വർഷമായി T20യിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു മത്സരം പോലും കളിച്ചിട്ടില്ലാത്ത ശ്രേയസ് അയ്യരെ ഈ IPL മത്സരങ്ങളിലെ ക്യാപ്റ്റൻസിയുടെ പുറത്ത് ഈ ടീമിൽ ക്യാപ്റ്റനാകാൻ യോഗ്യരായ പലരും ഉണ്ടായിട്ടും കെട്ടിയിറക്കിയ പോലെ BCCI ക്യാപ്റ്റനാക്കുന്നു. ടീമിൻ്റെ സമവാക്യങ്ങളോടും അതുപോലെ വിന്നിംഗ് കോമ്പിനേഷനോടും സിങ്ക് ആവാതെ ശ്രേയസ് അയ്യർ മുഴച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഇക്കഴിഞ്ഞ ഈ അയർലാൻഡ് പര്യടനത്തിലും ഇംഗ്ലണ്ട് പര്യടനത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രേയസ് അയ്യർ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ 10ാമത്തെ മത്സരമാണ്, തുടർച്ചയായ 10ാമത്തെ മത്സരമാണ് ക്യാപ്റ്റൻ എന്ന രീതിയിൽ പരാജയപ്പെട്ടിരിക്കുന്നത് IPLലടക്കം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലം എന്ന് പറയുമ്പോൾ ഇന്ത്യ തോൽക്കുന്നു എന്ന് തന്നെയാണ്. സെയിം ലൈക്ക് മുംബൈ ഇന്ത്യൻസ്. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 7 വിക്കറ്റിന് 201 റൺസ് എന്ന മികച്ച ടോട്ടൽ പടുത്തുയർത്തിയിരുന്നു. 70 റൺസോടെ ഫിൽ സാൾട്ട് ടീമിൻ്റെ അമരക്കാരനായി മാറുന്നു. 7 4 3 6 അദ്ദേഹത്തിൻ്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു. സാം കറൻ അവസാന ഘട്ടത്തിലെ വെടിക്കെട്ട് 24 പന്തിൽ 41 റൺസ്, ജോസ് ബട്ട്ലർ 36 റൺസ്. ഇതായിരുന്നു അവരുടെ ടോപ്പ് സ്കോറർമാർ. ഒരു 50+ കൂട്ടുകെട്ട് പോലും ഇല്ലാതിരുന്നിട്ടും ഇംഗ്ലണ്ട് 200 കടന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇന്ത്യൻ ബോളിംഗിൽ ഹർഷിത് റാണയും പ്രിൻസ് യാദവും 2 വിക്കറ്റ് വീതം വീഴ്ത്തുകയുണ്ടായി. മറുപടി ബാറ്റിംഗിൽ 13 റൺസ് എടുത്ത വൈഭവ് സൂര്യവംശിയും അതുപോലെ ഇഷാൻ കിഷനുമാണ് ടീമിൻ്റെ ടോപ്പ് സ്കോറർമാർ. ഓപ്പണിംഗ് വിക്കറ്റിൽ അഭിഷേക് വൈഭവ് ജോഡി 11 പന്തിൽ 23 റൺസ് അടിച്ചെടുത്തിരുന്നു. എന്നാൽ അഭിഷേകിനെ 10 റൺസ് എടുത്തിരിക്കുന്ന സമയത്ത് ജോഷ് ടങ് വീഴ്ത്തിയ ശേഷം ഇന്ത്യൻ ബാറ്റർമാരുടെ കൂടാരത്തിലേക്കുള്ള ഘോഷയാത്രയാണ് നമ്മൾ കണ്ടത്. 5ാം ഓവറിൽ 2 വിക്കറ്റുകളാണ് ഇന്ത്യ കളഞ്ഞു കുളിച്ചത്. 4 വിക്കറ്റുകൾ പിഴുത ജോഷ് ടങ് 3
പേരെ മടക്കിയ ജോഫ്ര ആർച്ചറും ചേർന്നാണ് ഇന്ത്യയുടെ കഥ കഴിച്ചത്. ആദിൽ റഷീദ് 2 വിക്കറ്റ് വീഴ്ത്തുകയുണ്ടായി. അപ്പോൾ ഈ തോൽവിയുടെ നാണക്കേടിന്റെ ചില റെക്കോർഡുകളും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നേടിയിട്ടുണ്ട്. രാജ്യാന്തര T20യിൽ റൺസ് അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ തോൽവിയാണിത്. 2019 ന്യൂസിലാൻഡിനെതിരെ 80 റൺസിന് തോറ്റതായിരുന്നു ഇതിനു മുൻപുള്ള ഏറ്റവും വലിയ ഇന്ത്യയുടെ പരാജയം റൺസ് അടിസ്ഥാനത്തിൽ. T20യിൽ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ സ്കോറുമാണിത്. 2008 ഓസ്ട്രേലിയക്കെതിരെ നേടിയ 74 റൺസാണ് ഏറ്റവും ചെറുത്. T20 ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ തുടർച്ചയായി 5 മത്സരങ്ങളിൽ ജയം അറിയാതെ പോകുന്നു എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. കഴിഞ്ഞ 5 മത്സരങ്ങളിൽ 4 തോറ്റപ്പോൾ ഒരെണ്ണം ഫലമില്ലാതെ പോവുകയായിരുന്നു. അപ്പോൾ ഈ തോൽവിയോടെ ഇന്ത്യക്കെതിരെ കടുത്ത വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ നേരിടുന്നുണ്ട്. ഇന്ത്യയുടേത് തികച്ചും ലജ്ജാകരമായ പ്രകടനമായിരുന്നു. ഇന്ത്യയിലെ ഫ്ലാറ്റ് പിച്ചുകളിൽ മാത്രം റൺസ് അടിച്ചുകൂട്ടുന്ന ഇന്ത്യൻ ബാറ്റിംഗ് നിര വിദേശ മണ്ണിലെത്തിയപ്പോൾ എക്സ്പോസ്ഡായി എന്നാണ് പലരും വിലയിരുത്തുന്നത്. അതിനൊപ്പം മാനേജ്മെന്റിന്റെ അനാവശ്യ പരീക്ഷണങ്ങളും ഇന്ത്യയെ പിന്നോട്ടടിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. തീർച്ചയായും ഈ ഒരു തോൽവി എന്ന് പറയുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ T20 ചരിത്രത്തിലെ ഏറ്റവും ലജ്ജാകരമായ കാലഘട്ടത്തിൽ കൂടിയാണ് ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.